ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ ഒരു A1 ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് XY BCയും പാരലാണ് തന്നിട്ടുണ്ട്. അഥവാ XZ എന്ന ഈ ലൈനും BC എന്ന ഈ ലൈനും പാരലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ AZ 3 ആണ്. AZ എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസിന്റെ ലെങ്ത് അത് 3 ആണ്. ദെൻ ZC എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ഈ ഒരു പീസ് ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ് ZC, അത് 2 ആണ്. ദെൻ BM ഈക്വൽ ടു 3. BM എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പീസ് അത് 3 ആണ്. ഓക്കെ, ആൻഡ് MC ഈക്വൽ ടു 5. MC എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്ത് അത് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? XY എന്ന ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, Y എന്ന പോയിന്റ് ഇതാണ് Y എന്ന പോയിന്റ്. ഓക്കെ, നമുക്ക് XY എന്ന ഈ ഒരു ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ മക്കളെ? നിങ്ങൾ ആ വലിയ ട്രയാങ്കിൾ നോക്കിയേ, വലിയ ട്രയാങ്കിൾ പുറത്തുള്ള ആ വലിയ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിന് പാരലായിട്ട് മറ്റൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ പൊതുവേ നമുക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ BPT എടുക്കണമെന്ന്. അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആൻസർ നിങ്ങൾ പിടിച്ചോളൂ. ഈ പാരലൽ ആയിട്ടുള്ള ലൈനിൻ്റെ ലെങ്ത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ സിമിലാരിറ്റി വേണം അപ്ലൈ ചെയ്യാൻ. പാരലൽ ആയിട്ടുള്ള ലൈനിൻ്റെ ലെങ്ത്ത് ചോദിച്ചിട്ട് സിമിലാരിറ്റി വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സിമിലാരിറ്റി അപ്ലൈ ചെയ്യാം. സിമിലാരിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഈ വലിയ ട്രയാങ്കിൾ നോക്കും മക്കള്, ഈ വലിയ ട്രയാങ്കിൾ, അതേപോലെ മൊത്തത്തിലുള്ള വലിയ ട്രയാങ്കിൾ നോക്ക്. മൊത്തത്തിലുള്ള വലിയ ട്രയാങ്കിൾ, ആ രണ്ട് ട്രയാങ്കിൾ, ആ ഗ്രീൻ ട്രയാങ്കിളും ആ ബ്ലാക്ക് ട്രയാങ്കിളും, ആ രണ്ട് ട്രയാങ്കിളിലും എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ആംഗിളും എന്താ കറസ്പോണ്ടിങ് ആംഗിൾസാ അല്ലെ? കറസ്പോണ്ടിങ് ആംഗിൾസ്, പാരലൽ ലൈൻസ് ഇങ്ങനെ പോകുന്നു, ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരേ പൊസിഷനിലുള്ള ആംഗിൾസ് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസാ അല്ലെ? അതേപോലെ ഈ ആംഗിളും അതേപോലെ അതിന്റെ താഴെയുള്ള ഈ ആംഗിളും അതും എന്താ കറസ്പോണ്ടിങ് ആംഗിൾസാ. കാരണം രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ പോകുന്നു, ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്നു, അതിപ്പോൾ ഉണ്ടാവുന്ന ഒരേ പൊസിഷനിലെ ആംഗിൾസ് ആണ് ഇതും. അപ്പോൾ ആ രണ്ട് പെയർ ഓഫ് ആംഗിൾസും എന്താ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സോ ഇത് ഈക്വൽ ടു ഇത്. അതെങ്ങനെ എഴുതുക? ആംഗിൾ AXZ ഈക്വൽ ടു ആംഗിൾ ഈ ആംഗിളിന്റെ പേരെന്താ? ABC. ഓക്കെ, ഒരു പെയർ ഈക്വൽ ആണെന്ന് എഴുതി. ഇനി അടുത്ത പെയർ ഏതാ? AZX. ആംഗിൾ AZX ഈക്വൽ ടു ആംഗിൾ ഈ ആംഗിളിന്റെ പേരെന്താ? ACB. ഓക്കെ, അതിന് രണ്ടിന്റെ റീസൺ എന്താ? രണ്ടിന്റെ റീസൺ ബ്രാക്കറ്റിൽ എഴുതണം. എന്താ റീസൺ? കറസ്പോണ്ടിങ് ആംഗിൾസ് എഴുതിക്കോളാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. സോ മക്കളെ, രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ AA തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? മേലുള്ള കുഞ്ഞു ട്രയാങ്കിൾ, ആ ഗ്രീൻ ട്രയാങ്കിൾ AXZ, താഴെയുള്ള ആ വലിയ ട്രയാങ്കിൾ, അല്ല ആ മൊത്തത്തിലുള്ള വലിയ ട്രയാങ്കിൾ ഏതാ? ABC, അതിന് സിമിലർ ആയിരിക്കും. ഏതാ ക്രൈറ്റീരിയ? AA ക്രൈറ്റീരിയ വെച്ചിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഡിവൈഡഡ് ബൈ ആ ആംഗിളിന് ഈക്വൽ ആയിട്ട് വലിയ ട്രയാങ്കിളിലെ ആംഗിൾ ഏതാ? ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട് വലിയ ട്രയാങ്കിളിലുള്ള ആംഗിൾ ഏതാ? താഴത്തെ ഈ ആംഗിൾ അല്ല ഈക്വൽ. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഡിവൈഡഡ് ബൈ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ്, അതാണ് കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? 3 ഡിവൈഡഡ് ബൈ താഴെയുള്ള ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ വലിയ ട്രയാങ്കിൾ ഈ സൈഡ് മൊത്തത്തിൽ വരും 3 + 2 5. എന്തിന് ഈക്വൽ ആയിരിക്കും? മേലുള്ള ട്രയാങ്കിളിലെ ആ ഗ്രീൻ ട്രയാങ്കിളിലെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയത്? അതിന്റെ പേര് എത്രയും നമുക്ക് അറിയില്ല, പേരറിയാം, XZ ആണ് അല്ലെ? ഈ ലൈൻ XZ ആണ്. XZ ഡിവൈഡഡ് ബൈ എന്താ? വലിയ ട്രയാങ്കിളിൽ ഗ്രീൻ ട്രയാങ്കിളിലെ ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട് വലിയ ട്രയാങ്കിൾ ബ്ലാക്ക് ട്രയാങ്കിൾ വരുന്ന ആംഗിൾ ഏതാ? സെയിം ആംഗിൾ തന്നെയല്ലേ? കോമൺ ആംഗിൾ അല്ലേ? രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള ആംഗിൾ അല്ലേ? സോ അതേ ആംഗിളിന്റെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? ബ്ലാക്ക് ട്രയാങ്കിളിൽ ആ വലിയ സൈഡ് മൊത്തത്തിൽ ഏതാ? BC മൊത്തത്തിൽ അത് 3 + 5 8 ആണ്. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ ന്യൂമറേറ്ററിന്റെ രണ്ടാമത്തെ ഡിനോമിനേറ്റർ അഥവാ 3 × 8 ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ന്യൂമറേറ്റർ ഇൻറ്റു ആദ്യത്തെ ഡിനോമിനേറ്റർ അഥവാ XZ × 5 അഥവാ 5XZ ആണ്. ഓക്കെ, ഇതിൽ 5 അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് 5 മറ്റേ സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 5 ആയിട്ട് മാറും. സോ XZ ഈസ് ഈക്വൽ ടു എത്ര വരും? 3 × 8 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 3 × 8 3 × 24 24/5 എന്ന് വരും. 24 ഡിവൈഡ് ബൈ 5 എന്ന് വരും. അത് അവിടെ വെക്കുക. XZ നമുക്ക് കിട്ടി. നമുക്ക് മൊത്തത്തിലുള്ളതാണ് കിട്ടിയത്. എന്താ കിട്ടിയത്? ഈ മൊത്തത്തിലുള്ള എന്ത് കിട്ടി നമുക്ക്? XZ കിട്ടി. പക്ഷെ നമ്മൾ ചോദിച്ചത് എന്താ? XY. ഈ പീസിന്റെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കും? ഈ പീസിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം അവിടെ മാർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടോട്ടെ. ഓക്കെ, ശ്രദ്ധിക്കാം. നമുക്ക് ഇത് മൊത്തത്തിൽ കിട്ടി. ഇത് മൊത്തത്തിൽ എത്രയാ? 24 എന്ന് കിട്ടി. മൊത്തത്തിൽ 24 എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് AZ 3, ഇത് 3 ആണ്. ZC ഇത് 2 ആണ്. BM ഇത് 3 ആണ്. MC ഇത് 5 ആണ്.
ഇനി നമുക്ക് എക്സ് വൈ ഈ ഒരു പീസിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് മൊത്തത്തിൽ കിട്ടി 24 ആണെന്ന്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ പീസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ പീസ് കിട്ടുമോ നോക്കിയാലോ, വൈസെഡ് കിട്ടുമോ നോക്കിയാലോ. വൈസെഡിൻ്റെ ലെങ്ത് കിട്ടിയ നൈസല്ലേ, വൈസെഡിൻ്റെ ലെങ്ത് കിട്ടിയ നൈസല്ലേ. കാരണം മൊത്തത്തിലുള്ള എക്സെഡിന്ന് ആ വൈസെഡ് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ കിട്ടുമല്ലോ. നമുക്ക് നോക്കാം അതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കുക. അതെങ്ങനെ നോക്കാമെന്നറിയോ, ഈ ട്രയാങ്കിൾ എടുക്കുക മക്കൾ. അതേപോലെ അതിൻ്റെ 2 സൈഡ്സ് ഉൾപ്പെടുന്ന ആ വലിയ ട്രയാങ്കിൾ എടുക്കുക. ആ 2 ട്രയാങ്കിളും നമുക്ക് ഏതൊക്കെ ആംഗിളാണ് സെയിം ആംഗിൾ, ഈ ആംഗിളും ഈ ആംഗിളും സെയിമാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ വൈ സെഡ് ഈക്വൽ ടു ആംഗിൾ എ എം സി. ഓക്കെ, അതേപോലെ ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വലാണ്. ആംഗിൾ എ സെഡ് വൈ ഈക്വൽ ടു ആംഗിൾ എ സി എം. രണ്ടിൻ്റെ റീസൺ എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് നിങ്ങൾ ഫില്ല് ചെയ്തോളാം. കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 2 ട്രയാങ്കിൾ എന്താ സിമിലറാണ്? ട്രയാങ്കിൾ എ വൈ സെഡ് സിമിലർ ടു ട്രയാങ്കിൾ എ എം സി. 2 ട്രയാങ്കിൾ സിമിലർ ആണ്. ക്രൈറ്റീരിയ എന്താ? എ ക്രൈറ്റീരിയ. സോ എ ക്രൈറ്റീരിയ പ്രകാരം 2 ട്രയാങ്കിൾസും സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആവണം. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? 3 ഡിവൈഡഡ് ബൈ. ഓക്കെ, ആ ആംഗിളിന് ഈക്വൽ ആയിട്ട് വലിയ ട്രയാങ്കിൾ, ആ ബ്ലാക്ക് ട്രയാങ്കിൾ വരുന്ന ആംഗിൾ ഏതാ? ഈ ആംഗിൾ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഈ സൈഡ് മൊത്തത്തിലാണ്. അത് 3 + 2 5. അപ്പോൾ 3/5 ഇസ് ഈക്വൽ ടു, ഇനി നോക്ക്, ഗ്രീൻ ട്രയാങ്കിളിൽ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? വൈസെഡ് അല്ലെ, വൈസെഡ് ആണ്. നമുക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് അറിയില്ല, വൈസെഡ്. അതുകൊണ്ട് വൈസെഡ് കൊടുത്തു. ഡിവൈഡഡ് ബൈ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആ ബ്ലാക്ക് ട്രയാങ്കിൾ വരുന്ന ആംഗിൾ ഏതാ? ഈ ആംഗിൾ തന്നെ, കോമൺ ആംഗിളാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? 5. y/5 എന്ന് വന്നു. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 3 × 5 എന്ന് പറഞ്ഞാൽ 5 × y/z ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, രണ്ടിലും സെയിം ഡിനോമിനേറ്ററാണ്. സോ കട്ടായി പോകും. y/z = 3 എന്ന് കിട്ടും. അപ്പോൾ മക്കളെ y/z 3 എന്ന് കിട്ടി. അത് ടോട്ടൽ x/z നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 24 ആണ് അല്ലെ. y/z 3 ആണ്, x/z എത്രയാ? ഓക്കെ, 24/5 അല്ലേ, 24/5 ആണ്. ഓക്കെ, 3 × 8 ഡിവൈഡ് ബൈ 5 ഉണ്ടല്ലോ, അടിയിൽ 5 ഉണ്ടല്ലോ. ഓക്കെ, 24/5. അപ്പം ആ ടോട്ടൽ 24/5 നിന്ന് ആ y/z അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്ത് കളയാം. 3 അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടി? xy കിട്ടി. xy = എന്ത് വരും? xy = 24 ഡിവൈഡ് ബൈ എത്രയെന്ന് പറഞ്ഞാൽ 5 ന്ന് 3 മൈനസ് ചെയ്യാം. എത്ര വരും? 24 - 5 × 3 15. 15/5 എന്ന് വരും. 24 - 15 എത്രയാടാ? 9 അല്ലേ. 9/5 ദാറ്റ് ഈസ് 1.8. 5 40 90. യെസ്, കിട്ടി. 1.8 സെൻറ്റിമീറ്റർ ആണ്. യൂണിറ്റ് എഴുതണം. 1 മാർക്കിലേ പോവും. സെൻറ്റിമീറ്റർ ആണ്. സോ സെൻറ്റിമീറ്റർ എഴുതി കൊടുക്കാം. കഴിഞ്ഞു. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനേഷന് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. സെറ്റാണല്ലോ. നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടേ എല്ലാ മക്കളും എക്സാമിന് പോകാൻ പാടുള്ളൂ. സോ മക്കളെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.